ആക്സെപ്റ്റൻസ് സാമ്പിളിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഏതൊക്കെയായിരുന്നു? ലോട്ട് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ സെൻറ്റൻസിങ് എന്താണെന്ന് പറഞ്ഞു, ലോട്ട് സൈസ്, സാമ്പിൾ സൈസ്, ലോട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൈ ലോട്ട് സൈസ്, പിന്നെ ആക്സെപ്റ്റൻസ് നമ്പർ. ഇനി അടുത്ത് പറയാവുന്ന പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ ലോട്ട്, ഒരു ലോട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. നമ്മൾ പി സഫിക്സ് എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സപ്പോസ് ദാറ്റ് ദ ലോട്ട് ഓഫ് ദ സെയിം സൈസ് സേ എൻ ആർ റിസീവ്ഡ് ഫ്രം ദ സപ്ലയർ or the final assembly line and submitted for inspection one at a time. The lot is accepted if the number of defective units observed in the sample is less than the acceptance number. Otherwise, it is rejected. അപ്പോൾ നമ്മൾ ഒരു സപ്ലയറിൽ നിന്നും നമ്മൾ ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്തു. എപ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക? നമ്മളുടെ ആക്സെപ്റ്റൻസ് നമ്പറോ അതിൽ താഴെയോ ഡിഫക്റ്റീവ് ഐറ്റംസ് വരുവാണെങ്കിലാണ് ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. Suppose a random sample of size n is drawn from each lot for inspection. നമ്മൾ ഓരോ ലോട്ടിൽ നിന്നും n സൈസുള്ള സാമ്പിൾ സെലക്ട് ചെയ്തു. ഇഫ് എക്സ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ ദ സാമ്പിൾ. അപ്പോൾ ഒരു സാമ്പിളിലെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സിനെയാണ് എക്സ് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ദ ലോട്ട് ഈസ് ആക്സെപ്റ്റഡ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അപ്പം നമ്പർ ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് നമ്പറിനേക്കാളും കുറവോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് നമ്പറോ എന്ന് വെച്ചാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആവണം. ഇറ്റ് മീൻസ് ദാറ്റ് വി ആക്സെപ്റ്റ് ദ ലോട്ട് ഇഫ് എക്സ് ഈക്വൽ ടു 0 ഓർ 1 ഓർ 2 എക്സെട്ര ഓർ സി. അപ്പം എക്സിന് 1 ആകാം, 0 ആകാം, അപ് ടു സി വരെ ആകാം. Therefore, the probability of accepting the lot is given by PA എന്ന് വിളിക്കും. PA ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആകുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ സി എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഓർ 2 ഓർ 3 എക്സെട്ര ഓർ സി. സിൻസ് എക്സ് ഈക്വൽ ടു 0, 1 അപ് ടു സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഫ്രം ദ അഡീഷൻ തിയറം ഓഫ് പ്രോബിലിറ്റി. അപ്പോൾ ഇത് മൂന്നും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണ്, ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണ്. സോ നമ്മൾ അഡീഷൻ തിയറം പ്രകാരം ഇതിന് നമ്മൾ അഡീഷൻ വെച്ചിട്ട് എഴുതും. പി ഓഫ് എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 plus etc. probability of x equal to c. PA equal to summation x from 0 to c probability of x നമുക്ക് summation രൂപത്തിൽ എഴുതി. We can easily calculate this probability if we know the probability distribution of x. അപ്പോൾ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമെങ്കിൽ എന്ന് വെച്ചാൽ എക്സിന് എടുക്കുന്ന വാല്യൂസും അതിൻ്റെ പ്രോബിലിറ്റീസും അറിയാമെങ്കിൽ നമുക്ക് പി എ നമുക്ക് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് ലോട്ട് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Generally, in quality control, a random sample is drawn without replacement. So, the number of defective units in the sample follow a hypergeometric distribution. Generally, x എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ ആകെ പോയിസോണും ബൈനോമിയലും നോർമലുമാണ് പഠിച്ചേക്കുന്നത്. ഇത് ഹൈപ്പർ ജോമെട്രിക് എന്ന് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതാണ് ഫോളോ ചെയ്യുന്നത്. However, we know that when the lot size n is large compared to the sample size, that is n greater than or equal to 10 times n, the hypergeometric distribution approximate a binomial distribution. എന്നുവെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ലോട്ട് സൈസ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസിനേക്കാളും എത്രയോ വലുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ലോട്ട് സൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 10 ടൈംസ് ഗ്രേറ്റർ ദാൻ സാമ്പിൾ സൈസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും? ഈ എക്സ് ഫോളോ ചെയ്യുന്ന ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു, അത് എന്തായിട്ട് മാറും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറും. However, we know that then the lot size n is large compared to the sample size. The hypergeometric distribution approximate a binomial distribution with the parameters n and p, where p is the lot quality. അവിടെ പി എന്ന് പറയുന്നത് നമ്മുടെ ലോട്ട് ക്വാളിറ്റി ആണ്. ഇറ്റ് ഈസ് ഈസിയർ ടു കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ റാദർ ദാൻ വിത്ത് ദ ഹൈപ്പർജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചതാണ്, സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore, the probability of getting exactly x defective units in the sample of size n using the binomial distribution is given by. അപ്പം n സാമ്പിൾ സൈസുള്ള റാൻഡം സാമ്പിളിൽ നിന്നും എക്സ് ഡിഫക്റ്റീവ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ പി എന്താണ്? പി എന്ന് പറയുന്നത് ലോട്ട് ക്വാളിറ്റിയാണ്, എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. ഹെൻസ് ഫ്രം ഇക്വേഷൻ 3 നമ്മൾ ഇങ്ങോട്ട് മാറുന്നു. ഇക്വേഷൻ 3ൽ പി എന്തായിരുന്നു? പി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഫ്രം 0 to c
പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരുന്നു. ആ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 5 കിട്ടും. ഇതാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ ലോട്ട്. ഒരു പ്രോബ്ലം നോക്കൂ. n ഈക്വൽ ടു 500, ക്യാപിറ്റൽ N ഈക്വൽ ടു 500, സ്മോൾ n ഈക്വൽ ടു 20, c ഈക്വൽ ടു 1, c എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസ് നമ്പർ, p ഈക്വൽ ടു 0.02. അങ്ങനെയാണെങ്കിൽ പി എ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്താണ് ഇവിടെ 1. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പറഞ്ഞാൽ ഏതൊക്കെ കേസ് ഉണ്ട്? എക്സ് ഈക്വൽ ടു 0 ആവാം, എക്സ് ഈക്വൽ ടു 1 ആകാം. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to 1, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. സിൻസ് ദ ലോട്ട് സൈസ് n ഈസ് ലാർജ്, ലോട്ട് സൈസ് എന്താണ്? 500 ആണ്. n എന്താണ്? സ്മോൾ n എന്താണ്? 20 ആണ്. അപ്പോൾ 20നെ കമ്പയർ ചെയ്യുമ്പോൾ 500 എന്താണ്? വലിയൊരു നമ്പറാണ്. Since the lot size is large compared to the sample size, that is n greater than or equal to 10 times small n, x approximately follow the binomial distribution with parameters n and p, where p is the lot quality. Therefore, the probability of accepting the lot quality p is given by summation x equal to 0 to 1, probability of x equal to x, summation x equal to 0 to 1, ncx p raised to x into 1 minus p all power n minus x. ഇനി അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. For rapid calculation, we can use table 1 for obtaining this probability. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.9 കിട്ടും. Therefore, the probability of accepting the lot of quality p equal to 0.02 is given by p എന്ന് പറയുന്നതാണ് 0.94 വരും. It means that if there are several lots of the same lot quality, about 94.01 of these will be accepted and about 5.9 will be rejected. അപ്പം ഈ ലോട്ട് ക്വാളിറ്റി 0.02 ഉള്ള ലോട്ടാണെങ്കിൽ അതിനെ ആ ലോട്ട്സിൻ്റെ കളക്ഷനിൽ 94% ആക്സെപ്റ്റ് ചെയ്യാനും ബാക്കി 5.9% റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. വി ക്യാൻ ഓൾസോ കാൽക്കുലേറ്റ് ദിസ് പ്രോബിലിറ്റി മാനുവലി യൂസിങ് ദ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. നമ്മളിങ്ങനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ആ പ്രോബിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് നമുക്കിതുപോലെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. Now we can see the effect of the lot quality on the probability of accepting the lot. Suppose the lot in example 1 contains 20 defective bolts instead of 10. But 20 defective bolts ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോട്ട് ക്വാളിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അതിൻ്റെ താഴെ അവിടെ നമ്മൾ പറഞ്ഞു 500 ബോൾസിൽ 10 ഡിഫക്റ്റീവ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ലോട്ട് ക്വാളിറ്റി എങ്ങനെയാണ്? 10/500 ആണ്. ഇപ്പോൾ 20 ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്ത് വരും? ലോട്ട് ക്വാളിറ്റി p equal to 20/500, 0.04. We can calculate the probability of accepting the lot of quality p equal to 0.04 with the help of table. അപ്പോൾ നമ്മൾ ഇവിടെ ഈ p കണ്ടുപിടിക്കുമ്പോൾ 0.81 കിട്ടും. അപ്പോൾ 0.81 കിട്ടുമ്പോൾ എന്താ പറയേണ്ടത്? 81.03% അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ്. റിമൈനിങ് 18.97 അത് റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി. പിന്നെ പ്രോബ്ലംസ് ആണ്. പിന്നെ എട്ടാമത്തെ ടേമാണ് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ, AQL. The seller and the buyer generally know that the supply of completely defect-free lot is not possible. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഇപ്പോൾ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലോട്ട് സപ്ലൈ ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡിഫക്റ്റീവ് ഐറ്റമെങ്കിലും അതിൽ ഇൻക്ലൂഡ് ആവും. So they usually negotiate that, arrive at an agreement that the buyer will accept all lots which have at most a definite ക്വാളിറ്റി ലെവൽ ഓർ ഡെഫിനറ്റ് പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മളൊരു സെല്ലറും ബയറും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തും. ഒരു ഇത്ര പെർസെൻറ്റേജ് ക്വാളിറ്റി എന്താണ് ഷുവറായിട്ടും വേണം, ഇത്ര പെർസെൻറ്റേജ് ക്വാളിറ്റി ഷുവറായിട്ടും വേണം എന്നുള്ള ആ ഒരു എഗ്രിമെൻറ്റിലെത്തും. ദ ഡെഫിനറ്റ് ക്വാളിറ്റി ലെവൽ ഈസ് നോൺ ആസ് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ. ഇതിനാണ് നമ്മൾ ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു ബയ്യർ ആ സെല്ലറിൽ നിന്നും ആ ഒരു ലോട്ട് വാങ്ങണമെങ്കിൽ ഈ ഒരു ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ ചെക്ക് ചെയ്യും. ആ ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ P1. ഹെൻസ് AQL ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. ഇനി AQL ഡെഫിനേഷൻ നോക്കാം. ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ ഇസ് ദ ക്വാളിറ്റി ലെവൽ ഡിസൈഡഡ് ഇൻ എ നെഗോഷിയേഷൻ ഓഫ് ദ സെല്ലർ ആൻഡ് ദ ബയ്യർ ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ എ ലോട്ട് is less than or equal to AQL, the buyer will have to definitely accept the lot. Otherwise, the buyer may accept or reject the lot. അപ്പം നമ്മളുടെ എന്താണ് ഇഫ് ദ പ്രപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സിൻ്റെ ആ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് AQLനേക്കാളും ചെറുതോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു AQL ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് പിന്നെ ബയ്യർ അത് ആക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് റിജക്റ്റ് ചെയ്യും. സപ്പോസ് 100% ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ലോട്ട് ഈസ് ക്യാരിഡ് ഔട്ട് ആൻഡ് ദ ലോട്ട് ക്വാളിറ്റി for each lot is computed, then all lots with lot quality P less than or equal to AQL will be accepted and all lots with P greater than AQL may either be accepted or rejected. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു ലോട്ട് എടുത്തിട്ട് ആ ലോട്ടിലെ ഡിഫക്റ്റീവ്സിനെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഡിഫക്റ്റീവ് ബൈ എന്താണ് ക്വാളിറ്റി ലെവൽ എന്താണ് നമ്മൾ എത്രയാണ് നോക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ലോട്ട്സ്. അപ്പോൾ ആ ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് കിട്ടി. ആ ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് AQLനേക്കാളും ലെസ് ദാനോ അല്ലെങ്കിൽ ഈക്വൽ ടു ആവുകയാണെങ്കിൽ നമ്മൾ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് വി വിൽ റിജക്റ്റ്. If the manufacturing company and the buyer decide that the buyer will accept all lots which have at most 2% defective units, then acceptance quality level of this deal is 2%. അപ്പോൾ 2% വരെ ഡിഫക്റ്റീവ് ആകുന്നത് കൊണ്ട് കുഴപ്പമില്ല. 2% വരെ ഡിഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ലോട്ട്സ് ആക്സെപ്റ്റ് ചെയ്യും. Even though the seller and the buyer decide that the buyer would accept all lots of equal quality, this may not happen in practical situation. In example 1, probability of accepting the lot of the lot quality P equal to 0.02 was 94% ആണെന്ന് പറഞ്ഞു. ലോട്ട് ക്വാളിറ്റി 0.02 ഉള്ള കേസിൽ പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് ദ ലോട്ട് 0.94 ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് ദർ ആർ സെവറൽ ലോട്ട്സ് ഓഫ് ദ സെയിം ക്വാളിറ്റി, about 94% of this would be accepted and 5.9% would be rejected. This is obviously a risk of the manufacturer because it was agreed upon by both that all lots of quality 0.02 will be accepted whereas the buyer is rejecting 5.9% of them. This risk is known as producer's risk, which is explained in. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എന്താണ് ലോട്ട് ക്വാളിറ്റി 0.02 ആണ്. എന്നുവെച്ചാൽ AQL എന്ന് പറയുന്നത് 0.02 ആണ്. അപ്പോൾ നമ്മൾ AQLൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2% ഡിഫക്റ്റീവ്സേ വരാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ 2% ഡിഫക്റ്റീവ്സിനെ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് ദ ലോട്ട് കണ്ടുപിടിക്കുമ്പോൾ അത് 94% ആണ്. 94% ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ലോട്ട് ക്വാളിറ്റി വെച്ച് AQL വെച്ച് നോക്കുമ്പോൾ 2% ഡിഫക്റ്റീവ് വന്നാൽ കുഴപ്പമില്ല. അപ്പം ബാക്കി 98% എന്താണ് നോൺ ഡിഫക്റ്റീവ് ഐറ്റമാണ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ നമ്പർ എന്ന് ചോദിക്കുമ്പം അതെന്താണ് 94%. അപ്പോൾ രണ്ടും രണ്ട് ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്താണ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇനി പഠിക്കും. ലോട്ട് ടോളറൻസ് പെർസെൻറ്റേജ് ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഡെഫിനിഷൻ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. മെയിൻലി നിങ്ങൾ ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ് പ്ലാന് അത് എന്താണെന്ന് പറയുക, അതിൽ എത്ര കാറ്റഗറി ഉണ്ട്, അതിന് ലിമിറ്റേഷൻസ് പഠിക്കുക, അഡ്വാൻറ്റേജസ് പഠിക്കുക, അത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഈ ടേംസ് എന്താണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. In order to reduce the producer's risk, the buyer agreed to tolerate a lot quality worse than acceptance quality level up to a certain limit but not be beyond it. This limiting value is known as lot tolerance percent or proportion defective. അപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ലോട്ട് ക്വാളിറ്റിയും എന്താണ് പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് നമ്പറും കണ്ടുപിടിക്കുമ്പം രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ഫിക്സ് ചെയ്യും. ഈ ഒരു എന്താണ് ഇത്ര ഡിഫക്റ്റീവ് വരാമെന്നുള്ളത് ഈ ഒരു രണ്ടിൻ്റെ ഇടയിലും ഫിക്സ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലോട്ട് ടോളറൻസ് പെർസെൻറ്റ് ഓർ പ്രപ്പോർഷൻ ഡിഫക്റ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിജക്റ്റബിൾ ക്വാളിറ്റി ലെവൽ ഓർ അൺസാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി ലെവൽ ഓർ ലിമിറ്റിംഗ് ക്വാളിറ്റി ലെവൽ. ഈ പേരൊക്കെ അതിന് പറയും. LTPD is also decided at the time when the acceptance quality level is decided in the negotiation between producer and the buyer. They make an agreement where the buyer will definitely reject the lot of quality equal to or greater than LTPD. Therefore, LTPD can be defined as follows. And definition നോക്കാം. Lot tolerance percent or proportion defective is the quality level decided in negotiation between the producer and the buyer. If the proportion of defective units in a lot is equal to or greater than this level, the buyer will definitely reject the lot. Otherwise, the buyer may accept or reject the lot. The lot tolerance percent defective of a sampling plan is the level of quality at which the lot is routinely rejected by the sampling plan. LTPD is greater than AQL. അത് AQLനേക്കാളും ഗ്രേറ്റർ ദാനും ആയിരിക്കും, പക്ഷേ ആക്സെപ്റ്റൻസ് പെർസെൻറ്റേജിനേക്കാളും ചെറുതുമായിരിക്കും.
In example 1, if the manufacturing company and the buyer decide that the buyer will accept all lots which have at most 2% defective units and reject all lots which have 5% or more defective units, then this plan, the AQL is 2% and the LTPD is 5%. The level represents the dividing line between good and bad lots. Therefore, lot tolerance percent defective is the quality level of a lot that the buyer consider bad and he or she would like to reject all lots that have this quality level of quality. അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തത് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് ആൻഡ് കൺസ്യൂമേഴ്സ് റിസ്ക്. ഇൻ ക്വാളിറ്റി കൺട്രോൾ എ പ്രൊഡ്യൂസർ മേ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? എ പേഴ്സൺ ഓർ എ ഫാം or an organization that produces, manufactures goods or provides services for use or consumption of another person or firm or organization is known as producer. And producers in a definition. Producers risk എന്ത് പറയാം? It may happen in practice that a sampling inspection plan leads to the rejection of a lot of satisfactory or good quality. This means that there is a possibility of rejecting a lot having a quality level less than or equal to the acceptance quality level due to sampling inspection. If a lot of good quality is rejected, the producer suffers loss. അപ്പം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ AQLിനേക്കാളും താഴ്ന്ന രീതി AQLിനേക്കാളും എന്താണ് ഡിഫക്റ്റീവ് പെർസെൻറ്റേജ് കുറവാണെങ്കിൽ നമ്മൾ പല കേസിലും നമ്മൾ ഈ ഗുഡ് ക്വാളിറ്റി ലോട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ഗുഡ് ക്വാളിറ്റി ഐറ്റംസ് റിജക്റ്റ് ചെയ്യുമ്പം അത് ആർക്കാണ് റിസ്ക്? പ്രൊഡ്യൂസറിനാണ്. അവരുടെ പ്രോഡക്റ്റാണ് റിജക്റ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ അത് പ്രൊഡ്യൂസേഴ്സിനാണ് ആ റിസ്ക്. ഇഫ് എ ലോട്ട് ഓഫ് ഗുഡ് ക്വാളിറ്റി ഈസ് റിജക്റ്റഡ്, ദ പ്രൊഡ്യൂസർ സഫേഴ്സ് ലോസ്. Therefore, the producer always faces the risk of a good lot being rejected. Such a risk is ആ ഒരു റിസ്കിനെയാണ് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. The probability of rejecting a lot of acceptance quality level is known as producer's risk. It's denoted by P. ഇത് P ആയിരുന്നു പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ ലോട്ട്. P എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് റിസ്ക്. P എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് എ ലോട്ട് ഓഫ് ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവൽ. അതിന് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് P എന്ന് പറയുന്നത് 1 - പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ ലോട്ട് ഓഫ് accepting quality level. The producer's risk is equivalent to the type 1 error in hypothesis testing. Hypothesis testing നമ്മൾ ഇനി പറയും. അതിലെ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. ആ ടൈപ്പ് 1 എററും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് റിസ്ക്കും സെയിം ആണ്. ഇവിടെ നോക്കാം ഈ പ്രോബ്ലം. Suppose example 1, the manufacturing company and the buyer agree that AQL equal to 0.02. Find the producer's risk. P എന്ന് പറയുന്നത് 1 - probability of accepting a lot of acceptance quality level. 1 - PA എന്ന് പറയുന്നത് PA എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 0.94 ആണ്. അപ്പോൾ PP എന്ന് പറയുന്നത് 1 - PA എന്ന് വരും. 1 - 0.94 0.059. It means that if there are several lots of the same quality P equal to 0.02 as AQL, out of these lots, about 5.9% will be rejected. This is obviously a risk of the manufacturer because it was agreed upon by both that all lots of quality P equal to AQL 0.02 will be accepted, whereas the buyer is rejecting 5.9% of the lots. ഇനി കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറയാം. A person or a firm or an organization that purchase goods for its own need or consumption or for use in the production of other goods is known as consumer. അപ്പോൾ ഇനി കൺസ്യൂമർ റിസ്ക് എന്താണെന്ന് പറയാം. ഇനി നമ്മൾ പറഞ്ഞു LTPD നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ LTPDനേക്കാളും എന്താണ് കൂടുതലായിട്ട് ഡിഫക്റ്റീവ് ഐറ്റംസ് വരികയാണ്. LTPDനേക്കാളും കൂടുതലായിട്ട് ഡിഫക്റ്റീവ് ഐറ്റംസ് വരികയും ആ ലോട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ റിസ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് ദ പ്രൊഡ്യൂസർ ഹാസ് എ റിസ്ക് ഓഫ് എ ലോട്ട് ഓഫ് ഗുഡ് ക്വാളിറ്റി ബീങ് റിജക്റ്റഡ്, എ കൺസ്യൂമർ ഓൾസോ ഹാസ് എ റിസ്ക് ഓഫ് ബൈയിങ് എ ലോട്ട് ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി. സച്ച് എ റിസ്ക് ഈസ് നോൺ ആസ് കൺസ്യൂമേഴ്സ് റിസ്ക്. ഇഫ് P2 is the maximum proportion of defective in the lot which the consumer is ready to tolerate, the consumer risk may be defined as follows. The probability of accepting a lot of unsatisfactory quality. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ക്വാളിറ്റി ലോട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്നതിനാണ് പ്രൊഡ്യൂസർ റിസ്ക് എന്ന് പറയുന്നത്. കൺസ്യൂമർ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ലോ ക്വാളിറ്റി ലോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇതിനാണ് കൺസ്യൂമേഴ്സ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് PC എന്നാണ് ഡിനോട്ട് ചെയ്യുക. PC എന്താണ്? അതിന് പ്രോബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് എ ലോട്ട് ഓഫ് ക്വാളിറ്റി
ഈക്വൽ ടു LTPD. അതിന് നമ്മൾ ബീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യും. ഈ പ്രോബ്ലം നോക്കൂ. സപ്പോസ് ഇൻ എക്സാമ്പിൾ 1 ദ മാനുഫാക്ചറിങ് കമ്പനി ആൻഡ് ദ ബയർ എഗ്രി ദാറ്റ് LTPD ഈക്വൽ ടു 0.05. അങ്ങനെയാണെങ്കിൽ PC എന്ന് പറയുന്നത് എന്ത് വരും? PA എന്താണ്? P ഓഫ് പ്രോബിലിറ്റി ഓഫ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു C, പ്രോബിലിറ്റി ഓഫ് X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അത് 0.73 കിട്ടിയിട്ടുണ്ടായിരുന്നു. PC എന്ന് പറയുന്നത് 0.73 വരും. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ഇപ്പോൾ പറഞ്ഞ ആ ടേംസ് ഒക്കെ ഇല്ലേ, ടേംസ് ഇൻ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. നമ്മളെന്താ ആദ്യം പറഞ്ഞത്? ടെക്നിക്ക് ഓഫ് കൺട്രോളിങ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് these are free from defects and conform to their specification is called product control. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെയാണ് നമ്മൾ ആ പ്രോസസ്സിനെയാണ് പ്രോഡക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് ചെക്കിംഗ്, മെഷറിംഗ്, ടെസ്റ്റിംഗ് വൺ ഓർ മോർ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പ്രോഡക്റ്റ് ടു ഡിറ്റർമൈൻ വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് റിക്വയർഡ് സ്പെസിഫിക്കേഷൻ ഓർ നോട്ട് ഈസ് കോൾഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അതുപോലെ മെഷറിംഗ് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ മെഷർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് പർപ്പസിനാണോ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ യൂണിറ്റ് ഈസ് മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് സ്കെയിൽ ദ ഇൻസ്പെക്ഷൻ ഈസ് കോൾഡ് ഇൻസ്പെക്ഷൻ ബൈ വേരിയബിൾസ്. ഇപ്പോൾ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻസ്പെക്ഷൻ ബൈ വേരിയബിൾസ് എന്ന് പറയും. അല്ലാത്ത കേസിൽ നമ്മൾ ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണോ എന്ന് മാത്രം ക്യാരക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻസ്പെക്ഷൻ ബൈ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കളക്ഷൻ ഓഫ് യൂണിറ്റ്സ് ഓർ ഐറ്റംസിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് യൂണിറ്റ് ഓർ ഐറ്റംസ് ഫ്രം വിച്ച് ദ സാമ്പിൾ ഈസ് ടേക്കൺ, അതിനാണ് നമ്മൾ ലോട്ട് എന്ന് പറയുക. 100% ഇൻസ്പെക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോട്ടിലെ ഈച്ച് ആൻഡ് എവരി യൂണിറ്റ്സിനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിനാണ് 100% ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സാമ്പിൾ ഇൻസ്പെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോട്ടിൽ നിന്നും ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ലോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെന്താണ് ലോട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ? നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദ ലോട്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആക്സെപ്റ്റൻസ് ക്വാളിറ്റി ലെവലും